എന്താ പറയുക, ഓരോ സ്റ്റോറി തിരഞ്ഞെടുക്കുന്നതിലും അത് പോർട്രേറ്റ് ചെയ്യുന്നതിലും ആക്ടർ കാണിക്കുന്നൊരു ഭയങ്കര രസമുള്ളൊരു മൊമെൻ്റ് ഉണ്ട്. അത് ഭയങ്കരമായിട്ട് പോർട്രേറ്റ് ഉണ്ട്. ഇപ്പോൾ സ്റ്റോറി ലൈൻ ആണെങ്കിലും ഭയങ്കര രസമുള്ളൊരു ഫാമിലി മൂവിയാണ്. നമുക്ക് ഫീലാവും ഭയങ്കര ഒരു പ്രേക്ഷകൻ. ഞാനും ഇതുപോലത്തെ ഒരു മൊമെൻ്റ് ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനത്തെ ഒരു മൊമെൻറ്റിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്കുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ട് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല്. അത് സ്റ്റോറി പറയുന്നതല്ല, പടം കാണണം. അത് മസ്റ്റ് വാച്ചാണ്. ഒരു പക്ക ഫാമിലി പടം. ഭയങ്കരമായിട്ട് വിഷമം. നല്ലൊരു കുടുംബചിത്രം. അൺബോർഡ് കൺമണി എന്ന ഈ ഒരു ചിത്രം മലയാളികളുടെ കൺമണിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് വളരെ മനോഹരമായിട്ട് ലിജു തോമസ് എന്ന സംവിധായകൻ അണിയിച്ചൊരുക്കി. ഇതിൻ്റെ കഥയായാലും ഓരോ ഫ്രെയിം ക്യാമറ വർക്കുകളായാലും അഭിനയിച്ചിരിക്കുന്ന നടീനടന്മാർ, അതായത് അർജുൻ അശോകൻ, അനഘ നാരായണൻ, നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ, മാല പാർവതി ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു നല്ലൊരു കുടുംബചിത്രം. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു നല്ല ചിത്രം. എന്താ പറയുക, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ കാണാൻ വന്നൊരു മൂവി. ബട്ട് നല്ല പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന ഒരു മൂവി തന്നെയാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. അതിൻ്റെ ഫ്രെയിംസ് ആയാലും ഡയറക്ഷൻ ആയാലും നല്ല ഫ്രെയിംസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. തികച്ച് നാച്ചുറലായിട്ടുള്ള നമ്മുടെ കണ്ണൂർ ബേസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി അതേപോലെ ഒപ്പിയെടുത്തൊരു മൂവി തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. കോൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന അതേ സംഭവങ്ങളാണ് ഒപ്പിയെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ എന്താ പറയുക, അല്ലറ ചില്ലറ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഒരു ഫാമിലി ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. നല്ല രീതി വർക്കൗട്ടായിട്ടുണ്ട്. എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഏതൊരു പ്രേക്ഷകരും ഫീൽ ചെയ്യും. അത്യാവശ്യം എന്താ പറയുക, തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ നല്ല സൂപ്പർ സ്ക്രിപ്റ്റ് നമ്മൾ കഴിഞ്ഞു പോരുമ്പോൾ നമ്മളെ മനസ്സിന് നിറഞ്ഞു. അത് അടിപൊളി സൂപ്പർ പടം. സ്ക്രിപ്റ്റിംഗ് ആണ് ഏറ്റവും സൂപ്പർ. സത്യത്തിൽ കഥ പറഞ്ഞപ്പോഴേ ഒരൊറ്റ വരിയിൽ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന്. പക്ഷെ സിനിമ വളരെ നന്നായി നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യും. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് അർജുൻ അശോകൻ്റെയും അനഘ നാരായണൻ്റെയും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തിയേറ്ററിൽ നിന്ന് എല്ലാവരുടെയും റെസ്പോൺസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ചെറിയ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. ഈ സിനിമയിൽ ഒരുപാട് നന്മ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഗംഭീര പ്രൊഡ്യൂസേഴ്സാണ് ഇതിൻ്റെ. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഞങ്ങൾ ഇതിനകത്ത് അഭിനയിച്ച വീട് ഒരാൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. അത് അവരുടെ ഒരു വീട് പൊളിച്ച് ഈ പുതിയ വീടുണ്ടാക്കി അവർക്ക് തന്നെ കൊടുത്തു. അപ്പം അങ്ങനെ ഒരു നന്മ തുടങ്ങിയ സിനിമയാണ്. നന്മയിൽ തന്നെ തീർന്നിരിക്കുന്നു. അതിലൊരുപാട് സന്തോഷം. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് അനഘയുടെ. ഞാൻ പറയുമായിരുന്നു, ഈ ഇങ്ങനൊരു ക്യാരക്ടർ നൂല് പിടിച്ച പോലെ അങ്ങനെ കൊണ്ടുപോകാൻ അങ്ങനെ അഭിനയിക്കാനും എളുപ്പമല്ല. അനഘയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അർജുനും അതുപോലെ തന്നെ. അർജുനെ എക്സെപ്ഷണൽ ആയിട്ട് അങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് അങ്ങനെ അഭിനയിക്കാനേ ഭയങ്കര നന്നായിട്ടുണ്ട് അർജുൻ അശോകൻ, അനഘ നാരായണൻ. ഇത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ്സ് ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മാല ചേച്ചിയൊക്കെ ഒരുപാട് നാടകവും സിനിമയും ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇത്രയും ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ്സ് കിട്ടുക എന്നുള്ളത് ഒരുപാട് സന്തോഷം. അതേപോലെ കാണുന്ന ആൾക്കാരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. പടം കണ്ടായിരുന്നു? ശരി, താങ്ക് യു സോ മച്ച്. നല്ല റെസ്പോൺസ് കണ്ടതിൽ നല്ല സന്തോഷം. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് എത്രത്തോളം എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഇപ്പോൾ കാണാൻ പറ്റി. എന്തായാലും സന്തോഷം. ഇത് നമ്മളെ DOP ആണ്, സരിൻ രവീന്ദ്രൻ. ആദ്യത്തെ മലയാളം പടമാണ്. യെസ്, താങ്ക് യു. എല്ലാവരും അറിയുന്ന ആളായതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. ബാക്കിയൊന്നും അറിയില്ല. ഇതുപോലെ നമ്മുടെ റൈറ്ററാണ്. അർജുൻ ബ്രോ ഇട്ട പേരാണ് റൈറ്ററായിട്ട്. അടിപൊളി, ഒരുപാട് സന്തോഷം. അടിപൊളി പടം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെന്ന് തന്നെ പടം കാണണം. ഓക്കെയാണ്. ഒരു ഫാമിലി മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു. നല്ലതായിരുന്നു. നല്ല ഇമോഷണലി നല്ല ഫീലൊക്കെ ഉള്ള പടമായിരുന്നു.
ഹാപ്പിയാണ്. എല്ലാവരും കാണണം, ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. കുറച്ച് സിനിമകൾ വരുന്നുണ്ട്. മേനെ പ്യാർ കിയ, പിന്നെ കുറച്ച് സിനിമകൾ വരാനുണ്ട്. താങ്ക് യു. താങ്ക് യു. വലിയൊരു വിഷയം സിമ്പിളായിട്ട് പറഞ്ഞു തരും, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സിനിമ എന്താണെന്നുള്ളത്. അപ്പം ഞാനിതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 2 പടം ഇന്ന് റിലീസാണ്. ഒന്ന് ഇത്, പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് ദിവസം റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. ബ്രോ, ഇന്നത്തെ കാലത്ത് 100 രൂപ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പഠിക്കുന്ന സമയത്ത് താങ്കൾക്ക് എങ്ങനെ? അതാണ് നമ്മൾ പറഞ്ഞത്, ഇതൊരു ഫ്രണ്ട് സർക്കിളിൻ്റെ കഥയാണ്. ഒരു എന്താ പറയുക, ഇവർക്ക് വേണമെങ്കിൽ വേറെ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട്, വീട് എടുക്കാനും ഇതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ വേണമെങ്കിൽ സെറ്റ് ഇടാനും ഇതൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു ഇത് ചെയ്തതാണ്. അപ്പോൾ പടം കണ്ടപ്പോൾ കുറച്ച് വികാരാധീനമായി പോകുന്നുണ്ട്. കണ്ണ് നിറയാണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. ഒരു എന്താ പറയുക, എല്ലാ പടവും കാണുന്നത് തന്നെയാണ്. പക്ഷേ ഒരു പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്.